ഗുരുവായൂരപ്പാശരണം. ഞാൻ ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ, ചാക്യാർകൂത്ത് കലാകാരനാണ്. ഈ മുല്ലൂർലി ഭഗവാന്റെ തിരുമുമ്പിൽ, മുല്ലൂർലി തേവരുടെ മുമ്പിൽ വിഷുവിൻ്റെ അന്ന് മുതൽ സപ്താഹം ആരംഭിക്കുകയാണ്. മാഹാത്മ്യമാണ് അന്ന്. സാക്ഷാത് ശ്രീകണ്ഠേശ്വര സോമവാര്യരുടെ പ്രഭാഷണമാണ്. അദ്ദേഹമാണ് ആചാര്യൻ. കണ്ണൻ്റെ കഥകൾ അദ്ദേഹം പറയുമ്പോൾ എത്ര ആനന്ദം ആളുകൾക്കുണ്ടാവുമെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ ബാലലീല കേട്ടതൊന്നും ഇത്ര കേമായിട്ട് ഇനി വേറെ ഒന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ഇതാവും. പക്ഷേ രുക്മിണി സ്വയംവരം കേൾക്കണവരേ ഉള്ളൂ. അത് രുക്മിണി സ്വയംവരം കേട്ടാൽ നമുക്ക് രുക്മിണി സ്വയംവരം സോമവാര്യർ പറഞ്ഞ വേറെ ആരും പറയില്ല. നരസിംഹാവതാരം കേട്ടാൽ അത്രയും സുഖം വേറെ ഒന്നിനുമില്ല. കുചേല മരണം കണ്ടാൽ നമ്മളൊക്കെ കുചേലന്മാരാവും. നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ ആ പരമപ്രേമത്തിൻ്റെ നാലുപിടി അവലുമായിട്ട് ആ കണ്ണൻ്റെ മുമ്പിലേക്ക് നമ്മളും നാളെ നാളെ എന്നായിട്ടു എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുമ്പിലേക്ക് ചെല്ലാൻ തോന്നും. ധ്രുവകുമാരൻ്റെ കഥ കേട്ടാൽ അങ്ങനെയാണ്. അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, ഈ അവസരം നിങ്ങൾ ഒഴിവാക്കരുത്. വിഷുവിൻ്റെ അന്ന് മുതൽ ആ 7 ദിവസം ഭഗവാന്റെ മുമ്പിലുണ്ടാവുക, ആ പ്രഭാഷണം കേൾക്കാനായിട്ടുള്ള മഹാഭാഗ്യം ഒഴിവാക്കാണ്ടിരിക്കുക. എല്ലാവരെയും ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പറ്റണത്ര ദിവസം ഞാനും അവിടെ പ്രഭാഷണം കേൾക്കാനുണ്ടാവും. പരിപാടികളുടെ തിരക്കുണ്ടെന്നാലും ഇടയിൽ കൂടെ ഓടിയെത്തണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും തേവരുടെ മുമ്പിലേക്ക്, ഈ മഹാഭാഗവത യജ്ഞത്തിലേക്ക് സ്വാഗതം ചെയ്യണു. സ്നേഹപൂർവ്വം എല്ലാവരും ക്ഷണിക്കണു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.